ബിന്ദുകൃഷ്ണ കൂടെ ചേരുന്നുണ്ട്. ബിന്ദുകൃഷ്ണ, MLA-യും നടനുമായ മുകേഷിനെതിരെ ഇപ്പോൾ ആലുവ സ്വദേശിയായ നടി നൽകിയ പീഡന പരാതി തെളിഞ്ഞുവെന്നാണ് കുറ്റപത്രം പറയുന്നത്. അതും ഡിജിറ്റൽ സാഹചര്യ തെളിവുകളെല്ലാം സമർപ്പിച്ച് കൂടുതൽ കുരുക്കിലേക്ക് തന്നെയാണ് MLA എത്തിയിരിക്കുന്നത്. ഈ കുരുക്ക് മുറിച്ച് അല്ലെങ്കിൽ പൊട്ടിച്ച് MLA-ക്ക് ഇനി പുറത്തു കടക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. സർക്കാരിന് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി നമുക്ക് പ്രതീക്ഷിക്കാമോ? പിണറായി സർക്കാരിൽ നിന്ന് അത്തരം പുരോഗമനപരമായ ഒരു ചിന്തയോ അല്ലെങ്കിൽ തീരുമാനമോ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവരുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്കില്ല. കാരണം സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാകുന്നവർ CPM-കാരാണെങ്കിൽ അവരെ ഏതറ്റം നിയമത്തിന്റെ നൂലാമാലകൾ എല്ലാം അഴിച്ചു കൊടുത്തുകൊണ്ട് അവരെ എങ്ങനെ സംരക്ഷിക്കും എന്നത് ഗവേഷണം നടത്തുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ CPM. ഇത് കേവലമായ രാഷ്ട്രീയ ആരോപണമല്ല. നമ്മുടെ കൺമുന്നിലുള്ള പിണറായി വിജയന്റെ 2 ഭരണത്തിലും ഉണ്ടായിട്ടുള്ള സ്ത്രീപീഡന ആരോപണങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം മുകേഷ് MLA-ക്കെതിരെയുള്ള ആരോപണത്തിന്റെ ആ കേസിന്റെ നാൾവഴികൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ ആരോപണം ഉണ്ടായത് ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഉണ്ടായതല്ലല്ലോ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അതിക്രൂരമായി സ്ത്രീകളോട് മുകേഷ് പെരുമാറുന്നതിനെ കുറിച്ച് വ്യക്തമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2018-ൽ മീറ്റു ആരോപണം ഉണ്ടായപ്പോൾ കേരളത്തിൽ ആദ്യമായി മീറ്റു ആരോപണ വിധേയനാകുന്ന ആളും CPM-ന്റെ MLA ആണ്. അതുപോലെ തന്നെയാണ് ഈ സംസ്ഥാനത്ത് ഇതുപോലെ വലിയ 376 കേസിൽ പ്രതിയായിട്ട് പോലീസ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നത് നമ്മൾ കണ്ടു. സാധാരണഗതിയിൽ FIR ഇട്ടാൽ 376 കേസിൽ പഴയ നിയമത്തിൽ നമ്മൾ പുതിയ നിയമം വേറെ ഇത്ര പഴയ കാര്യം നിയമത്തിൽ ഈ കേസിൽ പ്രതിയായാൽ സ്വാഭാവികമായി നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് FIR രജിസ്റ്റർ അറസ്റ്റ് ഓഫ് ദ അക്യൂസ്ഡ് എന്നുള്ളതാണ് ആദ്യ നടപടി. ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്തില്ലാതെ മാത്രമല്ല പോലീസ് സാന്നിധ്യത്തിലും പോലീസ് കാവലിലുമാണ് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ മുകേഷ് കേരളത്തിൽ സ്വൈര വികാരം നടത്തിയത്. വീട്ടിൽ 2-3 ദിവസം ഹലോ 2-3 ദിവസം താമസിച്ച ശേഷം കൊച്ചിയിൽ അഭിഭാഷകനെ കാണാൻ പോകുന്നത് എല്ലാ മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടു. ഇത് പോലീസ് അല്ല. അതുപോലെ തന്നെ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള എല്ലാ ഒരുക്കങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് പോസിറ്റീവായി കാണുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ 2 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കുറ്റപത്രത്തിൽ ലൂപ്പ് ഹോൾ ഇട്ടാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിന് നമുക്കറിയില്ല. കോൺട്രഡിക്ടറി അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതായത് സംശയത്തിനതീതമായി തെളിയിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇരയ്ക്കുമേൽ ഈ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താൻ പോകുന്ന സമ്മർദ്ദങ്ങൾ, മൊഴിമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ, അതൊക്കെ ഇല്ലാതെയാകണമെങ്കിൽ CPM രാഷ്ട്രീയ തീരുമാനമെടുക്കണം. നിയമത്തിന്റെ വഴിയിൽ പോകണമെങ്കിൽ CPM രാഷ്ട്രീയ തീരുമാനം എടുക്കണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് CPM ഒരു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലെന്നോ. പക്ഷെ ഭരണകക്ഷി MLA ആയിരിക്കുമ്പോൾ പോലീസുകാർക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് എത്രത്തോളം ആ MLA-ക്കെതിരായി നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെ കുറിച്ച് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏവർക്കും ആശങ്കയുണ്ട്. അതുകൊണ്ട് സംശയത്തിനതീതമായി കേസ് മുന്നോട്ട് പോകണമെങ്കിൽ നീതിയുക്തം ഈ കേസിൽ ഇനിയുള്ള നടപടികൾ നടക്കണമെങ്കിൽ, അതായത് വിചാരണ അടക്കമുള്ള നടപടികൾ നീതിയുക്തമായി നടക്കണമെങ്കിൽ ശ്രീ മുകേഷ് MLA സ്ഥാനം രാജിവെച്ചിട്ട് ആ നിയമ നടപടി നേരിടണം. അതല്ല എങ്കിൽ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഈ ഒരു MLA-ക്കെതിരെ പീഡനത്തിന് പുറമെ ലൈംഗിക അതിക്രമത്തിന്റെ വകുപ്പും എല്ലാം ചുമത്തിയിട്ടുണ്ട്. കടുത്ത ഒരു ശിക്ഷ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.